നീർമാതളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സമാഹരിക്കാത്ത ചെറുകഥ കോവർ കഴുത. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഏതാണ്ടൊരു ഘനക്കുറവുണ്ട്. ഊണും കഴിഞ്ഞ് നിങ്ങൾ ചാരുകസേരയിൽ മലർന്നു കിടക്കുകയാണ്. സംതൃപ്തി, അതാണ് നിങ്ങളുടെ ആ മന്ദഹാസത്തിൻ്റെ അർത്ഥം. ഇങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് നിങ്ങളുടെ സ്നേഹിതനായ യുവകവിയുടെ കത്ത് വരുന്നത്. ആത്മസുഹൃത്തേ, അങ്ങനെ കഠിനമായ ദുഃഖത്തോടെ ടിയാൻ നിങ്ങൾക്കെഴുതുകയാണ്. നിങ്ങൾ മരിച്ചുപോയതായി ഞാനൊരു കിനാവ് കണ്ടു. മൂടിപ്പൊതിഞ്ഞ നിങ്ങളുടെ ശവശരീരം 4-5 പേർ കൂടി ചുമലിൽ വഹിച്ചുകൊണ്ടു പോകും ശ്മശാനത്തിലേക്ക് പോകുന്നതായും അവിടെ തയ്യാറായിട്ടുണ്ടായിരുന്ന പുതിയൊരു കുഴിയിൽ കിടത്തി പച്ചമണ്ണിട്ട് മൂടിയതിനു ശേഷം അവരൊക്കെ സങ്കടത്തോടെ തിരിച്ചു പോരുന്നതായും ഞാൻ സ്പഷ്ടമായി കണ്ടു. സുഹൃത്തേ, ആകാശം കറുത്തിരുണ്ട് മ്ലാനമായിരുന്നു. ആകപ്പാടെ എനിക്ക് വല്ലായ്മ തോന്നി. പിറ്റേ ദിവസം മുഴുവനും ഞാൻ നിങ്ങളുടെ ഗുണഗണങ്ങളെപ്പറ്റി വിചാരിച്ചു. നിങ്ങൾ എനിക്ക് അയച്ചിട്ടുള്ള കത്തുകളൊക്കെ ഞാൻ പല ആവർത്തി വായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു എഴുത്തു വന്നത്. തീരെ സുഖമില്ലെന്നും ദീനശയ്യയിൽ കിടന്നുകൊണ്ടാണ് അത് എഴുതുന്നതെന്നും വായിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ സ്വപ്നവും നിങ്ങളുടെ എഴുത്തും ഞാൻ തുലനം ചെയ്തു. നിങ്ങൾ മരിച്ചുപോയി എന്നു തന്നെ ഞാൻ വിശ്വസിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും എൻ്റെ ദുഃഖത്തിന് അതിരില്ലെന്നായി. ഒരു പ്രകാരത്തിലും വ്യസനം അടക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെപ്പറ്റി ഞാനൊരു കവിത എഴുതി. ദിവംഗതനായ എൻ്റെ സുഹൃത്ത്. വിഷാദ നിർഭരമായ ഒരു മധുരകാവ്യം. ഞാനിത് പലരെയും വായിച്ചു കേൾപ്പിച്ചു. കണ്ണുനീരോടെ എല്ലാവരും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. ഇതെൻ്റെ മാസ്റ്റർ പീസാണെന്ന് അവരൊക്കെ സമ്മതിച്ചു. ഇതിൻ്റെ പ്രസിദ്ധീകരണത്തോടെ എനിക്കും കേരളത്തിലെ മഹാകവികളുടെ ഇടയിൽ പ്രമുഖമായ സ്ഥാനം ലഭിക്കുമെന്ന് അവരൊക്കെ ഏറ്റുപറഞ്ഞു. ഞാനൊരു മഹാകവി തന്നെ എന്ന് എനിക്കും ബോധ്യം വന്നു. മഹാകവി അതിരമ്പുഴ എന്ന് ഞാൻ പല വരി ഉരുവിട്ടു. ഞാനിത് പത്രത്തിലേക്ക് അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നു. അപ്പോഴാണ് നിങ്ങളുടെ കത്ത്. നിങ്ങൾ സുഖമായി ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതുകൊണ്ടും പോരെങ്കിൽ വേറൊരു സുഹൃത്തിൻ്റെ കല്യാണക്കുറി. ഹേ സാഹിത്യകാരാ, അങ്ങനെയാണ് നിങ്ങളെ സംബോധന ചെയ്യുന്നത്. നിങ്ങൾ എന്തു ചെയ്യുകയാണിപ്പോൾ? ശൂന്യമായ ആകാശത്തെയും നോക്കി അങ്ങനെ ചാരിക്കിടക്കുകയാണോ? അതോ വേമ്പനാടു കായലിൻ്റെ നീരാളി പരപ്പ് കണ്ട് അത്ഭുതപ്പെടുകയാണോ? ഏതായാലും നിങ്ങളുടെ പ്രണയലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചു. അല്ല, അവൾ തന്നെ എന്നെ വായിച്ചു കേൾപ്പിച്ചു. എങ്ങനെ ഇരിക്കുന്നു എന്നവൾ അഭിമാനത്തോടെ എന്നോട് ചോദിച്ചു. പരമാർത്ഥത്തിൽ നിങ്ങൾ അവൾക്കെഴുതിയ പ്രേമലേഖനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഓരോ വരിയിലും നിങ്ങളുടെ പ്രേമം നിറഞ്ഞു തുളുമ്പുന്നു. തന്മൂലം ഞാൻ സത്യം പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് എന്ന്. അവൾക്ക് തൃപ്തിയായി. സ്നേഹിത, നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ മാസം 10-ന് ഉച്ചതിരിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹമാണ്. നേരത്തെ നിങ്ങൾ വന്നു ചേരണം. അവളുടെ ആഗ്രഹമാണ്. നിങ്ങളുടെ വകയായി ഒരു വിവാഹ മംഗളാശംസ ഉണ്ടാവണം. ഗദ്യകവിതയിൽ അയാൾ നന്ന്. ഞങ്ങൾക്കൊക്കെ സുഖം തന്നെ. നിങ്ങൾക്കും അപ്രകാരമെന്ന് വിശ്വസിക്കുന്നു. അവൾ നിങ്ങളുടെ കാര്യം പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നു ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ പ്രാണസുഹൃത്ത്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പഴയ സ്നേഹിതനായ കമ്പനി മാനേജർക്ക് എഴുതി അയച്ച അപേക്ഷയുടെ മറുപടിയും വന്നു ചേരുന്നു. പ്രിയപ്പെട്ട മിസ്റ്റർ കെ എന്ന് നിങ്ങളുടെ ഇഷ്ടൻ എഴുതുന്നു. നിങ്ങളുടെ കത്ത് വായിച്ചപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ കാര്യമാണ് ഓർമ്മയിൽ വരുന്നത്. അദ്ദേഹം ഓരോ സന്ദർഭത്തിലും ഓരോ കഥ പറയാറുണ്ടായിരുന്നു എന്നാണ് കോറൽ സാൻഡ്ബർഗ് പറയുന്നത്. ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലത്ത് അപേക്ഷകളും ശുപാർശ കത്തുകളുമായി പല ഉദ്യോഗാർത്ഥികളും ലിങ്കനെ സമീപിച്ചു. അവരുടെ പലതും പറഞ്ഞ കൂട്ടത്തിൽ ലിങ്കൺ ആയിടെ വായിച്ച ഒരു കഥയും പറഞ്ഞു. അതായത്, ഒരു രാജാവ് വേട്ടയാടാൻ പോയ സമയത്ത് ഇന്ന് മഴ പെയ്യുമോ എന്ന് മന്ത്രിയോട് ചോദിച്ചു. നല്ലവണ്ണം തെളിഞ്ഞ ആകാശമായതിരുന്നു കൊണ്ട് തന്നെ മന്ത്രി പറഞ്ഞു മഴ പെയ്യുകയില്ലെന്ന്. അതനുസരിച്ച് രാജാവും പരിവാരങ്ങളും വേട്ടയ്ക്ക് പുറപ്പെട്ടു. വഴിക്ക് വെച്ച് കോവർ കഴുതപ്പുറത്ത് കയറി വരുന്ന ഒരു കർഷകനെ കണ്ടു. അയാളോടും രാജാവ് ചോദിച്ചു മഴ പെയ്യുമോ എന്ന്. കർഷകൻ കോവർ കഴുതയുടെ മുഖത്ത് നോക്കി. അത് ചെവികൾ രണ്ടും മുന്നോട്ട് നീട്ടിപ്പിടിച്ച് അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് കർഷകൻ പറഞ്ഞു, പൊന്നു തിരുമേനി, ഇന്ന് മഴ പെയ്യും. രാജാവ് ചിരിച്ചു. ബുദ്ധിമാനായ മന്ത്രിയേക്കാൾ അറിവ് ഈ കർഷകനുണ്ടോ? അങ്ങനെ കാട്ടിലെത്തി വേട്ടയാരംഭിച്ചു. നിർഭാഗ്യമെന്നേ പറയേണ്ടു. ഇടിയും മിന്നലുമായി പൊടിപൂരമായൊരു മഴ പെയ്തു. നനഞ്ഞു നാശമായി രാജാവും പരിവാരങ്ങളും കൊട്ടാരത്തിലെത്തി.
മന്ത്രിയെ ഉടനെ തന്നെ തൂക്കിക്കൊല്ലാൻ കൽപ്പിച്ചു. തന്നെയുമല്ല, കർഷകനെ ഹാജരാക്കാൻ കൽപ്പനയും കൊടുത്തു. പട്ടാളക്കാരുടെ പല ദിവസത്തെ ശ്രമത്തിനു ശേഷം കർഷകനെ തിരുമുമ്പിൽ ഹാജരാക്കി. രാജാവ് ചോദിച്ചപ്പോൾ കർഷകൻ വിടകൊണ്ടു. പൊന്നു തിരുമേനി, അടിയനത്ര ബുദ്ധിമാനൊന്നുമല്ല. എൻ്റെ കോവർ കഴുതയാണ്. മഴ പെയ്യാൻ ഭാവിക്കുമ്പോൾ അത് ചെവി രണ്ടും മുന്നോട്ട് തള്ളിപ്പിടിക്കും. ഇതു കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി. കർഷകനെ പറഞ്ഞയച്ചിട്ട് കോവർ കഴുതയെ മന്ത്രിയാക്കി. അതിലാണ് ലിങ്കൺ പറഞ്ഞു, രാജാവ് തെറ്റ് ചെയ്തത്. അതെങ്ങനെ? കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചു. രാജാവ് ബുദ്ധിപൂർവമാണല്ലോ ചെയ്തത്. കാര്യം ശരി. പക്ഷേ ആ സംഭവത്തിനു ശേഷം എല്ലാ കോവർ കഴുതകളും ഉദ്യോഗം വേണമെന്ന് അപേക്ഷ അയച്ചു. ശുപാർശ കത്തുകളും അപേക്ഷകളും കൊണ്ട് എന്നെ വിഷമിപ്പിക്കുന്നു. മാന്യരെ, നിങ്ങളുടെ അപേക്ഷകളൊക്കെ ഞാൻ വായിക്കാം. ഈ യുദ്ധം കഴിഞ്ഞ് വിവരമറിയിക്കുകയും ചെയ്യാം. ആ പതനത്തിലാണ് നിങ്ങളുടെ ഒരു ഇഷ്ടക്കാരിയുടെ കത്ത്. എൻ്റെ പ്രാണനാഥ, അങ്ങനെ വാവിട്ട് നിലവിളിക്കുന്നത് പോലെയാണ്. അയ്യോ, എല്ലാം കുഴപ്പത്തിലായി. നിങ്ങൾ എനിക്ക് അയച്ചിട്ടുള്ള പ്രണയലേഖനങ്ങളൊക്കെ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഈ ദ്രോഹി കണ്ടുപിടിച്ചു. ഇയാൾ മുടിക്ക് കുത്തിപ്പിടിച്ച് എന്നെ വളരെ ഇടിച്ചു. ഇയാൾ എന്നെ ഉപേക്ഷിക്കുമെന്ന് പറയുന്നു. ഈ 6 അരുമ കുഞ്ഞുങ്ങളും ഞാനും എന്താണ് ചെയ്യേണ്ടത്? ഇവരെ ഇവിടെ ഇട്ടേച്ചു പോരണോ അതോ കൂടെ കൊണ്ടുപോരണോ? വേഗം മറുപടി അയക്കണേ. ബോട്ട് കൂലിക്ക് കാശും അയക്കണം എന്ന് സ്വന്തം പ്രാണനാഥ. വായന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റും ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യൂ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണേ. നന്ദി.